ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 135. നമ്മൾ 55ാമത്തെ ഉപനിഷത്തായിട്ട് കേനോപനിഷത്തിലെ 3ാമത്തെ ഖണ്ഡത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഇത് ദേവന്മാരെയും ഈശ്വരനെയും പറ്റിയുള്ള ഒരു പരാമർശമാണ്. നമുക്ക് ഇതൊരു കഥ രൂപത്തിൽ ആ രൂപത്തിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം. ഒന്നിൽ പറയുകയാണ്, പരബ്രഹ്മ പുരുഷോത്തമൻ, അതായത് ആ ബ്രഹ്മം കൃപ ചൊരിഞ്ഞുകൊണ്ട് ദേവന്മാർക്ക് ശക്തി പ്രദാനം ചെയ്യുന്നു. ദേവന്മാർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവന്മാരാണ്, നമ്മളടക്കം ദേവന്മാരാണ്. 33 കോടിയുണ്ട് എന്ന് പറയുമ്പോൾ ആ നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറുമ്പോൾ എന്തെല്ലാം ഉണ്ടായോ, അത് ബലമായാലും കാണുന്നതും കാണാതാത്ത ബലങ്ങളും എല്ലാമായാലും അതിനെല്ലാം കൂടിയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. പിന്നെ ദേവന്മാർ എന്ന് പറയുമ്പോൾ കുറച്ച് ഉയർന്ന ലെവലും അസുരന്മാർ എന്ന നിലയിൽ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള മനുഷ്യർ ഇങ്ങനെ പിന്നെ അതിനെ സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാം ദേവന്മാർ തന്നെ. പിന്നെ അതിനെ ദ്വയത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് പിന്നെ ദേവന്മാർ അസുരന്മാർ എന്നെല്ലാം വരുന്നത്. അപ്പം 33 കോടി ദേവതകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാമാണ്. അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ചിലവർ കുറച്ച് ശ്രേഷ്ഠരായി വരുന്നുണ്ട്. ആ ദേവന്മാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ശക്തി നൽകുന്നത് എല്ലാവർക്കും. നമ്മുടെ ശക്തിയെല്ലാം ആ ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ്. അത് കാരണം അവർ അസുരരെ ജയിക്കുന്നു. അപ്പം ദേവന്മാരും അസുരന്മാരും അങ്ങനെ രണ്ടായി ദ്വയം ഉണ്ടായതിനെ രണ്ടായി തിരിക്കുമ്പോൾ ദേവന്മാരും അസുരന്മാരാകും. അതിൽ ദേവന്മാരാണ് ജയിക്കുന്നത്. കാരണം ദേവന്മാർ എന്ന് പറയുന്നത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ശക്തികളാണ്. ലോകം രണ്ടായി തിരിഞ്ഞപ്പോൾ ദ്വയമായിട്ടായത് കൊണ്ട് പുരോഗതിയിലേക്ക് പോകുന്നതിന് എതിർക്കുന്ന there is a reaction. അത് അസുരന്മാർ. അപ്പം ലോകം മുന്നോട്ടേക്ക് പോകുന്നതിന് പുരോഗതിയിലേക്ക് കുതിക്കുന്നതിന് ആരെല്ലാം സഹായകരമായി നിൽക്കുന്നുവോ അതിനെയെല്ലാമാണ് ദേവന്മാരെന്ന് പറയുന്നത്. ആരെല്ലാം അതിനെ എതിർക്കുന്നുവോ അതിനെ അസുരന്മാർ എന്ന് പറയുന്നു. ആക്ഷനും റിയാക്ഷനും, എവ്രി ആക്ഷൻ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ എവ്രി ആക്ഷൻ ഉണ്ടാകുമ്പോൾ there is a reaction. അത് അസുരന്മാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലമാണ് ഇതിനെയെല്ലാം നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ജയിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ദേവന്മാരായിരിക്കും. കാരണം കാലം മുന്നോട്ടേക്കാണ് പോകുന്നത്. അതിനനുസരിച്ച് നീക്കുന്നവരെല്ലാം ദേവന്മാരാണ്. കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ കാലമാണ് അതിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ എപ്പോഴും മുന്നോട്ടേക്കേ പോകൂ, കാലം പിന്നോട്ടേക്ക് പോകില്ല. അപ്പം ജയം എപ്പോഴും ദേവന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് സെൻറ്റ് പേഴ്സൻ്റ് പറയുന്നത് അധർമ്മം തോൽക്കും, ധർമ്മം ജയിക്കും. ധർമ്മം എന്താണ്? ലോകത്തെ സുന്ദരമായൊരു വസുദേവ കുടുംബത്തിലേക്ക് എത്തിക്കും. അത് കാരണം അവർ അസുരരെ ജയിക്കുന്നു. അതിനാൽ ഈ ജയം ഭഗവാന്റേതാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ജയം ആർക്കാണ്? ഭഗവാനാണ്. ഭഗവാൻ തന്നെയാണ് ദേവനായും അസുരനായും എല്ലാം വന്നിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാൻ തന്നെയാണ് വന്നത്. അതിൽ ഒരു വിഭാഗം ദേവന്മാർ, മറ്റേ വിഭാഗം അസുരന്മാരെന്ന് പറയുന്നു. ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനെ ദേവന്മാരെന്നും പിന്നോട്ടേക്ക് നയിക്കുന്നതിനെ അസുരന്മാരെന്നും പറയുന്നു. കാരണം അങ്ങനെ ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവയിലൂടെയുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഏറ്റുമുട്ടലുണ്ട്. അതുകൊണ്ടാണ് എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആരെങ്കിലും കാലം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഒരു പിന്നോട്ടേക്ക് വലിക്കാൻ ഒരു ശക്തി അവിടെ ഉണ്ട്. അങ്ങനെയാണ് സൃഷ്ടിക്രമം. ന്യൂട്ടൻ്റെ 3 തത്വങ്ങളനുസരിച്ച് അത് തന്നെയാണ് സത്വരജോ തമോ ഗുണങ്ങൾ. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതെല്ലാം ഭഗവാന്റെ വിനോദമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ശക്തിയാണ്. ദേവകളെല്ലാം കേവലം നിമിത്തമാണ്. ദേവകൾ എന്നെല്ലാം പറയുന്നത് വെറും നിമിത്തമാണ്. യഥാർത്ഥത്തിൽ കാലം ഇങ്ങനൊരു സ്വന്തമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ ദേവന്മാരെ കൊണ്ട് പുരോഗമനപരമായ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അവരിലൂടെ ജയിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. എല്ലാം ചെയ്യുന്നത് ശക്തിയായതുകൊണ്ട് ലോകം അങ്ങനെ പോകും. അതുകൊണ്ട് ദേവന്മാർ നമ്മൾ എന്നെല്ലാം പറയുന്നത് വെറും നിമിത്തമാണ്.
നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാ ശക്തി തീരുമാനിച്ച വരെയും കാട്ടിക്കൂട്ടുന്നു. നമുക്ക് സ്വന്തമായിട്ട് ഒരു അസ്തിത്വം പോലും ഇല്ല എന്ന് പറയേണ്ടി വരും ശരിക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ. പക്ഷേ നമുക്ക് ഞാനെന്ന ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഞാനാണ് അല്ല. അതാണ് ഉള്ളിലിരുന്നിട്ട് എന്താ ചെയ്യണമെന്നുള്ള ചിന്തയെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കാതെ ദേവന്മാർ ഇത് നമ്മുടെ കഴിവിലാണെന്ന് അഹങ്കരിക്കുന്നു. പക്ഷേ ദേവന്മാർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല. അവർ അഹങ്കരിക്കുകയാണ്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ദേവന്മാരും ഈശ്വരനും രണ്ടാണ്. ആ പരബ്രഹ്മ പുരുഷോത്തമനാണ് ഈശ്വരൻ, ബ്രഹ്മമാണ് ഈശ്വരൻ. ബാക്കി അതിൽ നിന്നുണ്ടായ എല്ലാം ദേവതകളാണ്. നമ്മളടക്കം ദേവതകളോ അസുരരോ ആണ്. രണ്ടായി തിരിക്കുക, ദേവന്മാരും അസുരന്മാരും, പിന്നെ നടുക്കുള്ള മനുഷ്യർ. അപ്പം നമ്മളെല്ലാം ആ ദേവതകളിൽ പെടുന്നതാണ്. നമ്മളിതൊന്നും മനസ്സിലാക്കാതെ നമുക്ക് കുറേ ഈശ്വരന്മാരുണ്ട്. ഈശ്വരനും ദേവനും രണ്ടും രണ്ടാണ്. ഈശ്വരൻ ഏകനാണ്, അതൊന്നേ ഉള്ളൂ. അതാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യവും നടപ്പാക്കുന്നത്. അത് തീരുമാനിച്ച മാതിരിയേ ലോകം പോവുകയുള്ളൂ. ബാക്കി ദേവതകൾക്കെല്ലാം പറയുന്ന കർമ്മം ചെയ്യാനേ ഉത്തരവാദിത്വമുള്ളൂ. അവരത് ചെയ്തു പോകുന്നു. അതിൽ കൂടുതൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ആരെയാണ്? ഈ ദേവന്മാരെയാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ വായുവിനെ, ജലത്തിനെ, ജലം നമ്മളെ രക്ഷിക്കും, സംശയമൊന്നുമില്ല. ക്ഷീണം വരുമ്പോൾ കുടിച്ച ദാഹം തീരും. വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം വിശപ്പ് തീർത്ത് വരും. അതെല്ലാം ദേവന്മാർ തന്നെയാണ്, നമ്മളെ സഹായിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ദേവന്മാരാണ്. അല്ലാതെ അതിനെ ആരാധിച്ചുകൊണ്ട് അത് നമ്മളെ വിശപ്പ് തീർത്തൊന്നും തരില്ല. ആരാധിച്ചാലും അതിനെ തെറി പറഞ്ഞാലും ഒരു കാര്യമില്ല. ഉദാഹരണമായിട്ട് എല്ലാവരും ക്ഷീണം വരുമ്പോൾ വെള്ളം തന്നെയാണ് എടുത്തു കുടിക്കുന്നത്. അത് പിന്നെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ ഒന്നുമില്ല. എല്ലാവർക്കും ദാഹം വരുമ്പോൾ വെള്ളം കുടിച്ചോളൂ. അല്ലാതെ വെള്ളം ജലദേവത എന്നെല്ലാം വെച്ചിട്ട് ആരാധിക്കുന്നത് വിശ്വാസികൾ എന്തെല്ലോ ആരാധിക്കുന്നുണ്ട്. അതവരുടെ പേഴ്സണൽ കാര്യം. അതുകൊണ്ടൊന്നും ക്ഷീണം തീരാൻ പോകുന്നില്ല. ക്ഷീണം തീരണ്ടെങ്കിൽ രണ്ട് കൂട്ടരും വിശ്വാസി അവിശ്വാസിയും ചെയ്യുന്നത് വെള്ളം എടുത്ത് കുടിക്കുന്നത്. അതാണ് വേദം പറയുന്ന സയൻസ്. ബാക്കിയെല്ലാം ആരിലോ എന്തല്ലോ അവരവരുടെ ഭാവനക്കനുസരിച്ച് ചെയ്യുന്നതായിട്ട് കണ്ടാൽ മതി. അതിലൊന്നും വേദത്തിനൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പം ഈശ്വരനും ദേവതകളും രണ്ടാണ്. അല്ലാതെ ഈശ്വരൻ 30 കോടി ഈശ്വരന്മാരൊന്നും ഇല്ല. ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ. അത് പരബ്രഹ്മ പുരുഷോത്തമനാണ്, ബ്രഹ്മമാണ്. അല്ലേ, ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ശക്തിയാകുമ്പോൾ പരബ്രഹ്മ പുരുഷോത്തമൻ എന്ന് പറയുന്നത് ഈശ്വരനാണ്. അല്ലാതെ ദേവതകളൊന്നും ഈശ്വരനല്ല. അതിൻ്റെ അടുത്തും എത്തൂല്ല എന്നാണ് ഈ കഥയിലൂടെ പറയാൻ പോകുന്നത്. എന്താണ്? രണ്ട്. അപ്പം ദേവകൾക്കെല്ലാം എന്താ അഹങ്കാരമുണ്ട്, എനിക്കെന്തല്ലോ ശക്തിയുണ്ട്, അതുകൊണ്ട് അതല്ല എൻ്റെ കഴിവാണെന്ന് അഹങ്കാരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മളും അഹങ്കരിക്കുകയാണ്, നമുക്കെന്തല്ലോ കഴിവുണ്ട്. നമ്മളും ദേവതകൾ തന്നെ. നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ദേവതകൾ തന്നെയാണ്. കാണപ്പെട്ട ദൈവം അച്ഛൻ അമ്മ എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് തന്നെയാണ്. ദേവകളുടെ അഹങ്കാരം മനസ്സിലാക്കിയ ഭഗവാൻ അത് വളർന്നാൽ അവരുടെ പതനം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി. ഈ അഹങ്കാരം കൂടിപ്പോയാൽ അവർ നാശത്തിലേക്കാണ് പോവുക എന്നുള്ളൊരു തത്വം ഇവിടെ പറയുകയാണ്. ദേവന്മാരും നശിച്ചു പോകും. അതുകൊണ്ട് ഭക്തവത്സലനായ ഭഗവാൻ അവരുടെ പതനം ഒഴിവാക്കുവാൻ, ഈ അഹങ്കാരം മൂലമുള്ള പതനം ഒഴിവാക്കുവാനായി അവരുടെ മുമ്പിൽ യക്ഷരൂപത്തിൽ പ്രത്യക്ഷനായി. ഒരു വലിയൊരു ഭീകരമായ യക്ഷൻ്റെ രൂപത്തിൽ. യക്ഷൻ എന്ന് പറയുന്നതെല്ലാം ബലങ്ങളാണ്, അജ്ഞാതമായ ശക്തികളാണ്, നമ്മളെ സ്വാധീനിക്കുന്ന ശക്തികളാണ്. കഥയിൽ വരുമ്പോൾ കഥാരൂപത്തിൽ അവതരിപ്പിച്ചു, ഒരു യക്ഷൻ്റെ രൂപത്തിലെല്ലാം അവതരിപ്പിക്കുന്നതാണ്. ദേവന്മാർക്ക് ആ യക്ഷനെ മനസ്സിലായില്ല. ഇതെല്ലാം കഥയിലാണ്, അല്ലാതെ യഥാർത്ഥ സംഭവമൊന്നുമില്ല. നമുക്കൊരാശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
പരബ്രഹ്മ പുരുഷോത്തമൻ ഒരു യക്ഷനായിട്ട് വന്നു എന്നെല്ലാം പറയുകയാണ്. അങ്ങേർക്ക് അതൊന്നുമല്ല ജോലി. അങ്ങേർക്ക് ഈ കാര്യത്തിൽ തലയിടുന്നു ഇല്ല. അങ്ങേർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അങ്ങേര് നിർഗുണനാണ്. പക്ഷെ കഥയിൽ അതിൻ്റെ ആ ശക്തി വിശേഷം ദേവന്മാരെ അഹങ്കരിക്കുന്ന മനുഷ്യരുടെ എല്ലാം കാര്യം പറയാൻ വേണ്ടിയിട്ട്, അഹങ്കരിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പം ദേവന്മാർ ആ 3 ദേവന്മാർ മഹായക്ഷനെ കണ്ടിട്ട് ഭയപ്പെട്ടു. അത് കണ്ടപ്പോൾ ഇവരെല്ലാം ഭയന്നുപോയി. അവർക്കത് ആരാണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ അഗ്നിദേവൻ പരമ തേജസ്വിയും, ദേവന്മാരിൽ ഏറ്റവും തേജസ്വി ആരാണ്? അഗ്നി ഭഗവാനാണ്. വേദങ്ങളിലും അഗ്നിയാണ് ഏറ്റവും പ്രധാനം. ഊർജമുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കുകയുള്ളൂ. ഊർജമാണ് അഗ്നി. അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയായിട്ടാണ് എല്ലാ കർമ്മങ്ങൾ ചെയ്യേണ്ടിക്ക് ഊർജം വേണം. അത്രയേ അർത്ഥമുള്ളൂ അതിന്. അപ്പം അഗ്നി ഭഗവാൻ പരമ തേജസ്വിയും വേദാർത്ഥങ്ങളുടെ ജ്ഞാതാവ്, എല്ലാ വേദങ്ങളുടെയും ജ്ഞാനം. വേദം എന്ന് പറഞ്ഞാൽ സയൻസാണ്. എല്ലാ സയൻസും അഗ്നിക്കറിയാം. കാരണം ചോറുണ്ടാക്കുന്നത് ആരാണ്? അഗ്നിയാണ്. നമ്മൾ വെള്ളവും അരിയും കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. അഗ്നിയാണ് അതിൻ്റെ അകത്ത് ശാസ്ത്രീയമായ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഘടനയിലെല്ലാം മാറ്റം വരുത്തിയിട്ട് ചോറാക്കി മാറ്റുന്നത്. അപ്പോൾ എല്ലാ സയൻസും ആർക്കറിയാം? അഗ്നിക്കറിയാം. കാരണം അരിനെ ചോറാക്കണ്ടെങ്കിൽ നമ്മൾ ആക്കുന്നൊന്നുമില്ലല്ലോ. ആക്കുന്നതാരാണ്? അഗ്നിയാണ്. അപ്പോൾ അഗ്നിക്ക് എന്തറിയണം? അതിനെ ഇന്ന തരത്തിൽ ഘടനയിൽ മാറ്റം വരുത്തിയാൽ അത് നല്ല പദം വരുന്ന അഗ്നിക്ക് നല്ലോണം അറിയാം. ഈ ലോകത്തിൽ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ആ സയൻസ് മുഴുവൻ ആർക്കറിയാം? അഗ്നിക്കറിയാം. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ ജ്ഞാനവും തികഞ്ഞ വ്യക്തി അഗ്നിയാണ്. അപ്പോൾ സർവ്വ തേജസ്വിയും വേദാർത്ഥങ്ങളുടെ ജ്ഞാതാവും എല്ലാ പദാർത്ഥങ്ങളുടെയും ജ്ഞാനം ഉൾക്കൊള്ളുന്നതിന് എല്ലാ പദാർത്ഥങ്ങളും അതാണ് ഉണ്ടായിരിക്കുന്നത്. ഊർജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ദ്രവ്യങ്ങളെല്ലാം E=mc² എന്നെല്ലാം പണ്ട് ഒടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ അഗ്നിക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യവും അറിയുന്ന ജ്ഞാനമുള്ള വ്യക്തിയാണ്. സർവജ്ഞരിൽ സർവജ്ഞനാണ് അവൻ. സർവജ്ഞരെ എല്ലാ ജ്ഞാനവും തികഞ്ഞവരുടെ ജ്ഞാനിയാണ്. അതിനാൽ അദ്ദേഹം ജാതവേദൻ ആണ്. അദ്ദേഹത്തിനെ അതുകൊണ്ടാണ് ജാതവേദൻ. വേദങ്ങളുടെ എല്ലാം ജ്ഞാനം തികഞ്ഞവനാണ്. ദേവന്മാർ അതിനാൽ അഗ്നിയെ സമീപിച്ചിട്ട് പറഞ്ഞു. അതുകൊണ്ട് ദേവന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ അഗ്നീൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അല്ലയോ ജാതവേദ, അങ്ങ് പോയി ആ യക്ഷം ആരാണെന്ന് തിരിച്ചറിയുക. അങ്ങാണ് പറ്റിയ എല്ലാ ജ്ഞാനവും തന്നെ പറഞ്ഞാലും മനസ്സിലാകുന്ന കക്ഷി അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് പോയിട്ട് ആ യക്ഷൻ ആരാണെന്നൊന്ന് നോക്കിയിട്ട് വരിക, മനസ്സിലാക്കിയിട്ട് വരിക. അഗ്നിക്ക് തൻ്റെ ബുദ്ധിയിൽ ശക്തിയിലും അപാരമായി ഗർവം ഉണ്ടായിരുന്നതിനാൽ അപ്പോൾ അഗ്നി ഒന്ന് തയ്യാറായി. എന്തായി? എൻ്റെ ജ്ഞാനവും എൻ്റെ ശക്തിയിൽ ഇവർക്കെല്ലാം മതിപ്പുണ്ടല്ലോ. അപ്പോൾ അങ്ങേർക്കൊന്ന് സ്വയം ഒന്ന് പൊങ്ങി. ശരി, അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യം, ഞാൻ വിവരം അറിഞ്ഞു വരാം എന്നും പറഞ്ഞ് അഗ്നി പോയി. അദ്ദേഹത്തെ മുന്നിൽ കണ്ടിട്ട് 4 യക്ഷൻ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ അദ്ദേഹത്തെ മുന്നിൽ കണ്ടപ്പോൾ യക്ഷൻ ചോദിച്ചു, അങ്ങ് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അഗ്നി വിചാരിച്ചു, എൻ്റെ തേജസ്സിനെ എല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ തേജസ്സിനെ പറ്റി അറിയാത്ത ആൾക്കാരൊന്നും ഈ ലോകത്തിൽ ആരുമില്ല. അഗ്നി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവനെ എന്നെ അറിയുന്നില്ലയോ? എന്നിട്ട് ഇവന് മാത്രം എന്നെ അറിയില്ലയോ? ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രസിദ്ധനായ അഗ്നിയാകുന്നു. ഞാൻ ജാതവേദൻ എന്നറിയപ്പെടുന്നു. 5 അപ്പോൾ യക്ഷൻ പറഞ്ഞു, നല്ലത്, അങ്ങ് അഗ്നി ഭഗവാനും ജാതവേദനും തന്നെ. നല്ലത്. എനിക്കെന്നാൽ ചിലത് അറിയണമെന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അതായത് എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, അങ്ങ് പറഞ്ഞു തരിക. നിങ്ങളിൽ ഏത് ശക്തിയാണുള്ളത്? അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ എന്ത് ശക്തിയാണുള്ളത്? നീ പറയുന്നത് വലിയ ശക്തിമാനാണെന്നല്ല, എന്ത് ശക്തിയാണുള്ളത്?
അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ആ ശക്തി കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അഗ്നി ഗർവോടെ പറഞ്ഞു, ഞാൻ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, മനസ്സ് വയ്ക്കുകയാണെങ്കിൽ, എപ്പോഴാണത്? പ്രളയകാലത്ത്. പ്രളയകാലത്ത് എന്ത് ചെയ്യും? ഭൂമിയെ മുഴുവൻ ഉരുക്കിയിട്ട് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കത്തിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് ഭസ്മമാക്കിയിട്ട് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കും. എപ്പോൾ? പ്രളയകാലത്ത്. ഇതെപ്പോഴും സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം. ആകാശത്തിൽ ബ്ലാക്ക് ഹോളുണ്ട്. എങ്ങനെയാണ്? ഓരോ നക്ഷത്രങ്ങളെല്ലാം കത്തി അമർന്നതാണ്. അതാരാണ്? അഗ്നിയിലൂടെയാണ്. അപ്പോൾ ആവശ്യം വരുമ്പോൾ എപ്പോഴൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആവശ്യം വരുമ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തെ തന്നെ കത്തിച്ച് ഭസ്മമാക്കി തീർക്കും, കരിച്ച് ചാമ്പലാക്കും. അപ്പോൾ പരബ്രഹ്മ പുരുഷോത്തമനായ യക്ഷരൂപൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഉണക്ക ഇലയിട്ട് കൊടുത്തു. ഒരു ഉണങ്ങിയ ഒരു ഇല മുന്നിലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ ഒന്ന് ദയിപ്പിക്കുക. ഈ നിസ്സാരമായ തൃണത്തെ ഒന്ന് ഭസ്മമാക്കിയാൽ. അഗ്നിദേവൻ ഇതൊരു അപമാനമായിട്ടാണ് കണ്ടത്. ഞാൻ ഈ ചെറിയ പുല്ല് കത്തിക്കാൻ എന്നോട് പറയുന്നു, ഇതെന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എങ്കിലും ആ പുല്ലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തൻ്റെ സാധാരണ നിലയിലൊന്ന് കത്തിക്കാൻ നോക്കി. പക്ഷെ അത് കത്തുന്നില്ല. അത് കത്താത്തപ്പോൾ അദ്ദേഹം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അതിനെ കത്തിക്കാൻ നോക്കിയിട്ടും അത് കത്തിയില്ല. അതിനെ കത്തിക്കാൻ അദ്ദേഹത്തിനായില്ല. അപ്പോൾ ലജ്ജയ തലകുനിച്ച് അഗ്നി മറ്റുള്ളവരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എനിക്കാവില്ല. എന്നെക്കൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആകെ അപമാനിതനായി ആ ലജ്ജയോടുകൂടി ഒരു പുല്ല് പോലും കത്തിക്കാൻ അഗ്നിക്ക് പറ്റിയില്ല. 7 അഗ്നി പരാജയപ്പെട്ടപ്പോൾ ദേവന്മാർ വായു ഭഗവാനെ സമീപിച്ചിട്ട് പറഞ്ഞു. എന്നാൽ പിന്നെ അടുത്ത കക്ഷി വായു ഭഗവാനാണ്. നമ്മളെല്ലാം ആരാധിക്കുന്ന കക്ഷികളാണ് അഗ്നി, വായു. ഇവരെല്ലാം നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെ ഒരു പുല്ല് പോലും കത്തിക്കാൻ പറ്റാതെ തന്നെയാണ് ആരാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അഗ്നിക്ക് എന്താ കഴിവുള്ളത്? അഗ്നിയുടെ കഴിവ് എവിടെ നിന്ന് കിട്ടിയതാണ്? ആ ശക്തിയിൽ നിന്ന് കിട്ടിയതാണ്. അതെങ്ങനെയാണെന്ന് പിന്നീട് പറയാം. ഇപ്പം നമ്മൾ ആരാധിക്കുന്നത് ഈ അഗ്നിയെല്ലാണ്. അതിനൊരു കഴിവ് കൊടുത്തിട്ട് അതുകൊണ്ട് അത് കത്തുന്നു, അത്രയേ ഉള്ളൂ. പിന്നെയോ ഇപ്പം ഇവരെ വായുവിനെ, പിന്നെ വായു എന്ന് പറഞ്ഞാൽ എല്ലാം അടിച്ച് പൊളിച്ച് നടക്കുന്ന പാർട്ടിയാണല്ലോ. വായുവിനെ സമീപിച്ചിട്ട് വേണം, അല്ലയോ വായുദേവ, അങ്ങ് പോയി അക്ഷൻ ആരാണെന്ന് അറിഞ്ഞാലും. അപ്പം വായു ഭഗവാന് തൻ്റെ ബുദ്ധിയിൽ അപാരമായ അഹങ്കാരമാണ്. അവനും അഹങ്കാരമാണ്. എന്നോടല്ലേ പിന്നെ പറഞ്ഞത്, ശരി. അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യം, ഉടൻ പോയി ഞാൻ വിവരം അറിഞ്ഞിട്ട് ഞാൻ ഇപ്പം പോയി ശരിയാക്കിയിട്ട് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വരാം. പോകുമ്പോൾ വായു ചിന്തിച്ചു, അഗ്നി വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അവിടെ ചെന്നിട്ടൊന്നും ഉണ്ടാവില്ല. അഗ്നി അതും കേട്ടിട്ട് എവിടെയോ പോയിട്ടുണ്ട്, എന്നിട്ട് തിരിച്ചു വന്നതാണ്. അല്ലാതെ അഗ്നിയെ അറിയാൻ പറ്റാത്തത് എന്താണ് ഈ ലോകത്തിലുള്ളത്? അഗ്നി എല്ലാം അറിഞ്ഞ ജ്ഞാനമുള്ള കക്ഷിയാണ്. അങ്ങേത്തിന് അറിയാൻ പറ്റാതെ ഒന്നുമില്ല. അപ്പം അങ്ങേര് അവിടെയൊന്നും പോയിട്ടില്ല. അങ്ങേര് വേറെ എവിടെയോ കറങ്ങിയടിച്ച് കടത്തിട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്കിത് വലിയ ഉപകാരമായി തീർന്നു. കാരണം അവൻ അത്ര വലിയ ശക്തിയുള്ളൊന്നും ആകാൻ കഴിയില്ല. കാരണം അഗ്നിക്ക് എല്ലാം അറിയാം. അപ്പം അഗ്നി അറിയാതെ എന്തോ അതിനൊന്നും പോകാതെ മെനക്കെടാതെ വേറെ എവിടെയോ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിജയത്തിലൂടെ എനിക്ക് നല്ല മഹത്വം നേടാം. കാരണം അഗ്നിക്കും പോലും പറ്റാത്ത കാര്യമാണല്ലോ. അപ്പം ഞാനാണല്ലോ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അതിലൂടെ മാന്യത ലഭിക്കും, എനിക്കൊരവസരം കിട്ടിയിരിക്കുകയാണ് എന്ന് ചിന്തിച്ച് യക്ഷൻ്റെ അടുത്ത് ചെന്നു. അപ്പം യക്ഷൻ ചോദിച്ചു, താങ്കൾ ആരാണ്? അതേ ചോദ്യം തന്നെ ചോദിച്ചു. വായു ഗൗരവത്തിൽ പറഞ്ഞു. വായു എപ്പോഴും ഗൗരവത്തിലാണല്ലോ, ഭയങ്കര എരമ്പിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രസിദ്ധനായ വായു ഭഗവാനാണ്. എൻ്റെ ആ കഴിവിനനുസരിച്ച പേരാണ് മാതാരിശ്വ
എന്നാണ് എൻ്റെ പേര്. എനിക്ക് അങ്ങനെ ഒരു ഇരട്ട പേര് തന്നിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും കഴിവുള്ളവനാണ്. 9. അപ്പോൾ ഈ യക്ഷരൂപനായ പരബ്രഹ്മം പറഞ്ഞു, അദ്ദേഹം ഒന്നും അറിയാത്തവനെ പോലെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാതെ, എന്നാലും ഒന്നും അറിയാത്തവരെ പോലെ വെച്ചുകൊണ്ട്, അങ്ങ് വായു ഭഗവാനാണ്. അന്തരീക്ഷത്തിൽ ആധാരമില്ലാതെ സഞ്ചരിക്കുവാൻ കഴിവുള്ളവനാണ്. അങ്ങ് അന്തരീക്ഷത്തിൽ പരിധിയില്ലാതെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. എനിക്കറിയാം. കാരണം കല്ലിനൊന്നും അങ്ങനെ പറക്കാനൊന്നും കഴിയില്ല. വായുവിന് അന്തരീക്ഷത്തിലൂടെ അങ്ങനെ ഒരു പരിധിയില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. നല്ല കാര്യം. എന്നാലും അങ്ങേക്കെന്ത് ശക്തിയാണുള്ളത്? അങ്ങേക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കാര്യമല്ലേ ശരി, എന്നെ ഇങ്ങനെ പരിധിയില്ലാതെയെല്ലാം സഞ്ചരിക്കാനും കഴിവുണ്ട്. എന്നാലും അങ്ങനെ എന്താണ് ശക്തിയുള്ളത്? ആ ശക്തി കൊണ്ട് അങ്ങേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വായു അഹങ്കാരത്തോടെ പറഞ്ഞു. വായു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചാൽ ഈ ഭൂമണ്ഡലത്തിനെയും അതിലുള്ള സകലതിനെയും പറപ്പിച്ച് കളയും. ഞാൻ വഴിക്ക് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ തന്നെ ഗോളങ്ങളെല്ലാം അങ്ങനെ പറക്കുകയല്ലേ ആകാശത്തോട്ട്. എല്ലാത്തിനെയും പറപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. എനിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളെ തന്നെ എടുത്ത് പറപ്പിക്കാനുള്ള കഴിവെല്ലാം എനിക്ക് ഉണ്ട്. 10. വായുവിൻ്റെ വീര്യത്തോടും ഗർവത്തോടും കൂടിയുമായ വാക്കുകേട്ട് എല്ലാത്തിനും അതിൻ്റേതായ ശക്തി നൽകുന്നവനായ ഭഗവാൻ ഒരു ഉണക്കപ്പുല്ല് അവിടെ ഇട്ട്, അതേ ഉണക്കപ്പുല്ല് തന്നെ, എന്നിട്ട് പറഞ്ഞു, ഒന്ന് പറത്തി കാണിച്ചാൽ മതി. ഇത് തന്നെ അപമാനിക്കാനാണെന്ന് വായു ഭഗവാനും തോന്നി. വായുവിനോട് പറഞ്ഞ് ഇതൊന്ന് പറത്തി കാണിക്കുന്നു. അപ്പം വായു ഭഗവാനും തോന്നി, ഇതെന്നെ അപമാനിക്കുക, ഈ നിസ്സാര പുല്ലാടി ഇട്ടിട്ട് എന്നോട് പറത്തി കാണിക്കാൻ. എന്നാൽ അതുകൊണ്ട് തന്നെ അടുത്ത് എന്നിട്ട് ചെറിയ നിലയിലൊന്ന് പ്രയോഗിച്ചു നോക്കി, പറക്കുന്നില്ല. പിന്നെ അതിന് പറ്റുന്ന എല്ലാ സർവശക്തിയും ഉപയോഗിച്ചിട്ട് പറത്താൻ നോക്കിയിട്ടും അതിനൊന്നും സാധിച്ചില്ല. കാരണം ഭഗവാൻ അതിൻ്റെ ശക്തിയാൽ ഈ പറക്കുന്നതിനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട വായു ഭഗവാനും ആകെ അന്തം വിട്ട് മുഖേന താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. എന്നിട്ട് നേരെ അദ്ദേഹം ബാക്കി ദേവന്മാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്നെക്കൊണ്ടത് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അഗ്നിയും പിന്മാറി, വായുവും പിന്മാറി. ഇതെല്ലാം കണ്ട ദേവന്മാർ പിന്നെ 11 പറയുകയാണ്, പിന്നെ ദേവരാജാവായ ഇന്ദ്രനെ സമീപിച്ചു. അപ്പം ബാക്കിയുള്ള ദേവന്മാർക്കൊന്നും പറ്റാതെ പിന്നെ അതിൻ്റെ രാജാവാണല്ലോ ഇന്ദ്രൻ. അവിടെ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നു. മേസ്ത്രി, ദേവന്മാരുടെ മേസ്ത്രി എന്ന് പറയുകയാണ് ഇന്ദ്രൻ. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ മഹാബലവാനായ ദേവേന്ദ്ര, ഈ യക്ഷൻ ആരാണെന്ന് അങ്ങ് അറിഞ്ഞു വന്നാലും അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഇതിന് കഴിവില്ല. കാരണം അഗ്നിയും വായു എല്ലാം തോറ്റിരിക്കുകയാണ്. ബാക്കി ഒരു ദേവന്മാർക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അങ്ങാണ് രാജാവ്. അങ്ങ് വിചാരിച്ചാലേ ഇനി നടക്കുകയുള്ളൂ. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങേക്കേ പറ്റുകയുള്ളൂ എന്ന് ഇന്ദ്രനോട് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, വളരെ നല്ലത്. ഉടനെ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ യക്ഷൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ യക്ഷൻ അവൻ്റെ മുന്നിൽ നിന്നും മാറിക്കളഞ്ഞു. പക്ഷെ അവൻ്റെ മുമ്പിൽ, ഇന്ദ്രൻ്റെ മുമ്പിൽ യക്ഷൻ നിന്നില്ല. അദ്ദേഹം അവിടുന്ന് പെട്ടെന്ന് മാറിക്കളഞ്ഞു. കാരണം എന്തുകൊണ്ട്? പരമേശ്വരന് മറ്റുള്ള ദേവതകളെക്കാട്ടും സ്നേഹവും ബഹുമാനവും ഇന്ദ്രനോടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ പരീക്ഷിക്കേണ്ട. മറ്റുള്ള ദേവന്മാരെക്കാട്ടും ബഹുമാനവും എല്ലാം ഇന്ദ്രനോടുണ്ട്. അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവസരം പോലും നൽകിയില്ല. വന്നിട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും നിൽക്കാതെ യക്ഷൻ സ്ഥലം വിട്ടു. ഇന്ദ്രൻ്റെ ഒരു ദോഷം ഒഴിവാക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ദ്രന്
ഒരു ദോഷം മാത്രമേ ഉള്ളൂ, ഈ അഹങ്കാരം. അത് മാത്രമേ ഒഴിവാക്കണ്ടൂ. ബാക്കിയുള്ളതെല്ലാം ഇന്ദ്രൻ വില്ലനാണ്. അദ്ദേഹം ബ്രഹ്മജ്ഞാനത്തിന് അധികാരിയുമാണ്. അവന് ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള അധികാരവുമുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളല്ല. ഇവിടെ ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേവതകളില് ആ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള കഴിവ്, അർഹത ഇന്ദ്രന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കാനുള്ള കഴിവ് ബാക്കിയുള്ള ദേവതകൾക്കൊന്നുമില്ല. അഗ്നിക്കുമില്ല, അഗ്നി ഭഗവാനുമില്ല, വായു ഭഗവാനുമില്ല, മറ്റേ സുബ്രഹ്മണ്യനുമില്ല, ആർക്കുമില്ല, ഒരാൾക്കുമില്ല. എല്ലാം ജ്ഞാനിയെല്ലാം തന്നെ, പക്ഷെ അവരെല്ലാം ദേവതകളാണ്. ഈശ്വരനെ മനസ്സിലാക്കാൻ, ആ പരബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ഇന്ദ്രന് മാത്രമേ അർഹതയുള്ളൂ. പക്ഷെ ആ ഇന്ദ്രനെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? നമുക്ക് പറ്റിയ ഒന്നാമത്തെ പിഴവ് മനസ്സിലായല്ലോ. ഈശ്വരനും ദൈവങ്ങളും എല്ലാം ഒന്നാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് 33 ഈശ്വരന്മാരുണ്ട് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈശ്വരന്മാർ വേറെ തന്നെ, ഒറ്റൊന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ദേവതകളാണ്. 33 ആ ബ്രഹ്മം എന്തെല്ലാമായി മാറിയോ അതെല്ലാം ദേവതകളാണ്. ഈശ്വരൻ ഒന്നാണ്. ആ ഈശ്വരനെ മനസ്സിലാക്കാൻ ഇന്ദ്രനെ അർഹതയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അർഹതയില്ല. ബ്രഹ്മാവിനൊന്നും അറിയാൻ പറ്റില്ല എന്നുള്ള നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ അത് ചെറിയ ഉദാഹരണ സഹിതം മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വീട് വെക്കുമ്പോൾ അവിടെ തൊഴിലാളികളുണ്ട്, വീട് വെക്കുന്ന ആൾക്കാർ. അവർക്ക് ആ വീട് വെക്കുന്ന ആൾക്കാരെ പറ്റി എങ്ങനെയാണ് വെക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. അതുപോലെയാണ് ദേവന്മാരുടെ എല്ലാ അവസ്ഥ. അവരവരുടെ കർമ്മം ചെയ്തു പോകുന്നു, വരുന്നു, അവരുടെ ജോലി ചെയ്യുന്നു. നമ്മൾ വന്നു, നമ്മൾ ജോലി ചെയ്തിട്ട് പോകുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇത് അപ്ലോഡ് ചെയ്യലാണ്. ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഞാൻ തന്നെ അതാണ്. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുക, എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുക. ഞാനെന്നൊരു ചിന്ത, പ്രമോദം എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട്. അപ്പം അതുമാതിരിയാണ് തൊഴിലാളികളുടെ അവസ്ഥ. അവർക്കൊന്നും അറിയില്ല. അവർ മേസ്ത്രി പറയുന്നവർ വീട് വെച്ച് കെട്ടി, കല്ലും കെട്ടി എല്ലാം ചെയ്തിട്ട് പോകും. പക്ഷേ നടുവിൽ അതിൻ്റെ തലവനായിരിക്കുന്ന കക്ഷി, അതായത് തൊഴിലാളികളുടെ തലവനാരെന്ന് സൂപ്പർവൈസർ, എന്ന് ഫാക്ടറിയിലാണെങ്കിൽ സൂപ്പർവൈസർ, വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ മേസ്ത്രി. പക്ഷെ മേസ്ത്രിയാണ് ഈ വീടിൻ്റെ ഉടമയായിട്ട് ബന്ധപ്പെടുന്ന കക്ഷി. അപ്പം അദ്ദേഹത്തിന് മുകളിലുള്ള കാര്യങ്ങൾ കുറേയെല്ലാം അറിയാനുള്ള അർഹതയുണ്ട്. അദ്ദേഹത്തിന് ആരാണ് ഈ വീട് വെക്കുന്നത്, അവർക്ക് എത്ര തരം മുറി വേണം, എങ്ങനെയെല്ലാം സൗകര്യം വേണം, അയാളുടെ കൈകളിൽ പൈസ ഉണ്ടോ, ഇതെല്ലാം അറിയാനുള്ള അർഹത ആർക്കേ ഉള്ളൂ, അർഹതയേ ഉള്ളൂ. എല്ലോന്നും മുതലാളിയൊന്നും അങ്ങേർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറച്ചെല്ലാം മേസ്ത്രിക്ക് അറിയാം. ഇയാളെ കൈമേൽ കുറച്ചെല്ലാം പൈസ, അതെല്ലാം കുറേ ഊഹിച്ചെടുക്കുന്നതാണ്. അല്ലാതെ മുതലാളി കയറിയിട്ട് പറയുക എൻ്റെ കൈമേൽ ഓരോ ബാങ്കിൽ ഇത്ര അക്കൗണ്ട് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുക, ഒന്നും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ അയാളെ പെരുമാറ്റവും മറ്റെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുറച്ചെല്ലാം മനസ്സിലാക്കാനുള്ള അർഹത മേസ്ത്രിക്കുണ്ട്. അതുപോലെ ഇവിടെയും, ഇവിടെ മേസ്ത്രി ആരാണ്? ഇന്ദ്രനാണ്. നമ്മൾ നേരത്തെ വേദങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ എന്നാണ് എന്ത് കർമ്മത്തിൻ്റെ പിന്നിലും ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി വിശേഷനാണ് ഇന്ദ്രൻ. അതായത് ലോകത്തിലെ മേസ്ത്രി അല്ലെ സൂപ്പർവൈസർ എന്ന് പറയുന്ന കക്ഷിയാണ് ഇന്ദ്രൻ. എന്ത് കർമ്മം നടക്കുമ്പോഴും അവിടെ അതിനെ യോജിപ്പിക്കുകയെല്ലാം ചെയ്യുന്ന കക്ഷിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ എന്തറിയണം? ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ബ്രഹ്മത്തിന് വേണ്ടിയാണ്. ബ്രഹ്മത്തിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അതിനുള്ള മേസ്ത്രിയായിട്ട് ഇന്ദ്രനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ദ്രന് കുറച്ച് അവിടെ ഇരുത്തിട്ടുകൊണ്ട് മേസ്ത്രിക്ക് ഉടമേനെ പറ്റി അറിയുന്നത് പോലെ ഇന്ദ്രനെ അറിയാനുള്ള അർഹതയുള്ളത് കൊണ്ട് അദ്ദേഹം പരീക്ഷിക്കില്ല. നമ്മളിപ്പോൾ മേസ്ത്രീനെ പരീക്ഷിക്കില്ല. കാരണം മേസ്ത്രിയെ
നമ്മളനുസരിച്ച് പോകേണ്ടതാണ്. കുറച്ചെല്ലാം നമ്മളെ അറിയാൻ അർഹതയുണ്ട്. ആ തരത്തിൽ ഇന്ദ്രൻ അതിനുള്ള അർഹതയുണ്ട്. അപ്പം ഈ ദേവതകളിൽ ആര് ശ്രേഷ്ഠൻ ആരാണ്? ഇന്ദ്രനാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരൻ ഏകനാണ്, അതൊന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ദേവതകളാണ്. അവരെല്ലാം ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ആ ജോലിയെ നിയന്ത്രിക്കുന്ന സൂപ്പർവൈസർ അല്ലെങ്കിൽ മേസ്ത്രിക്ക് സമാനമായ വ്യക്തിയാണ് ഇന്ദ്രൻ. ഇപ്പം ഇന്ദ്രനാണ് ഇവരിൽ ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് ദേവതകളിലെ ദേവൻ എന്ന് പറഞ്ഞ് രാജാവ് എന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ദേവതകളെ ആരാധിക്കുന്നതിലും ആരാധിക്കാൻ നമുക്ക് കുറച്ചും കൂടിയും വിലയുള്ളത് ഇന്ദ്രനെയാണ്. പക്ഷെ നമ്മൾ ഇന്ദ്രനെ ആരാധിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ അഗ്നി ഭഗവാനെയും വായു ഭഗവാനെയും എല്ലാം ആരാധിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ദേവന്മാരെ ആരാധിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അല്ലെ ഇന്ദ്രനല്ല. വേദത്തിൽ ഇന്ദ്രനേ ഉള്ളൂ. വേദത്തിലൊന്നും കഴിഞ്ഞാൽ പിന്നെ രുദ്രനുണ്ട് എന്നതിൽ കവിഞ്ഞ് ഈ ഗണേശനും സുബ്രഹ്മണ്യം എന്നൊന്നും വേദത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. അത് കഥ വരുമ്പോൾ പിന്നോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു കാര്യം പറ്റി ഇന്ദ്രനൊരു കോമാളിമാരി അവതരിപ്പിച്ചു. ഒരു പണത്തിന് സുഖിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി മാതിരി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ദ്രനെ ആരും ആരാധിക്കാൻ ഇഷ്ടം ഒരുമാതിരിയായി കാണുകയാണ്. അതിൻ്റെ എല്ലാം കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നത് മറ്റേ വിഷ്ണുവും മറ്റവരെല്ലാം. അപ്പം ഈ കഥയെല്ലാം തലയിൽ പിടിച്ചിട്ടിട്ടാണ് നമ്മൾ ഈ കഥ വന്നത് കൊണ്ടാണ് നമ്മൾ ആകെ കൺഫ്യൂഷനായി. ആ കഥയില്ലായിരുന്നുവെങ്കിൽ വേദങ്ങളിലെ പ്രധാനപ്പെട്ട ദേവൻ ഇന്ദ്രനാണ്. പക്ഷെ അതിനും അഗ്നിക്കും തുല്യമായ അർഹത കൊടുത്തിട്ടുണ്ട്. അപ്പം വേദം പറയുന്നു ഇന്ദ്രനാണ് ഏറ്റവും. അപ്പം നമ്മൾ ആരാധിക്കേണ്ട ആരായിരുന്നു? ഈ ദേവതകളിൽ വല്ലവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രനെയാണ് ആരാധിക്കേണ്ടത്. എന്തെങ്കിലും കിട്ടും. കാരണം ആ പരബ്രഹ്മത്തെ അറിയുവാനുള്ള അർഹത എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവിടെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇവരെയൊന്നും ആരാധിക്കുന്നതിൽ തന്നെ അർത്ഥമൊന്നുമില്ല. എന്തും കിട്ടാൻ പറ്റുന്നില്ല. കാരണം അപ്പം ഇവരെയെല്ലാം ഓരോ കർമ്മം കൊടുത്ത് ഏൽപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നീ ഇന്നത് ചെയ്യണം, നീ ഇന്നത് ചെയ്യണം. അത് ചെയ്തിട്ട് അവർ പോകുന്നു. നമ്മളെ കർമ്മം ചെയ്തിട്ട് പോകുന്നവർ ഇന്ദ്രനും എല്ലാം ചെയ്തു വെക്കുന്നത്. അഗ്നിക്കും എന്തേ ഉള്ളൂ? ആ കർമ്മം ചെയ്യാനുള്ള യോഗ്യമേ ഉള്ളൂ അഗ്നിക്ക്. അഗ്നിനെ നമ്മൾ ചീത്ത പറഞ്ഞാലും, യുക്തിവാദി അഗ്നിയെ ചീത്ത പറഞ്ഞാലും, കമ്മ്യൂണിസ്റ്റുകാർ അഗ്നിയെ ചീത്ത പറഞ്ഞാലും, വിശ്വാസി അഗ്നിയെ പ്രാർത്ഥിച്ചാലും, തീപ്പറ്റി വരച്ചു കഴിഞ്ഞാൽ ആര് കത്തിച്ചാലും അഗ്നി ഇങ്ങ് വന്ന് കത്തും. അതിന് വിശ്വാസിയായാലും തെറി പറയുന്നവനായാലും ആരായാലും ആര് തീപ്പെട്ടി വരച്ച് കത്തിച്ചാൽ അത് കത്തും. അഗ്നി അതിൻ്റെ ജോലി ചെയ്തിട്ട് മര്യാദയ്ക്ക് പോകും. അല്ലാതെ അഗ്നിക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഒന്നിലും ഇടപെടാനും പറ്റില്ല. അഗ്നിക്ക് അഗ്നിദേവതയുടേതായ ഒരു സ്വഭാവം കൊടുത്തിട്ടുണ്ട്. കത്തുക എന്ന സ്വഭാവം ഏതിൽ നിന്ന് വരുന്നതാണ്? സയൻസിൽ നിന്ന് വരുന്നതാണ്. ആ സയൻസ് തത്വം കൊണ്ടാണ് അത് കത്തുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകും. കാർബണും കൂടി ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇങ്ങനെയെല്ലാം ചില കെമിസ്ട്രി തത്വം ഉള്ളത് കൊണ്ടാണ് ആ സാഹചര്യത്തിൽ അതായിട്ട് മാറുന്നത്. അതൊരു സയൻസാണ്. ആ സയൻസ് എവിടെ നിന്ന് വന്നെയാണ്? പരബ്രഹ്മത്തിൽ നിന്ന് വന്നെയാണ്. ആ പരബ്രഹ്മം ആരാണ്? അത് തന്നെയാണ് ജ്ഞാനം, ബ്രഹ്മം, വേദം. സയൻസ്, വേദം, ജ്ഞാനം. ആ ജ്ഞാനത്തിലുള്ള സയൻസ് തത്വം പ്രകാരമാണ് അഗ്നി കത്തുന്നത്. അല്ലാതെ അഗ്നിൻ്റെ കഴിവൊന്നുമല്ല. കാരണം ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന കത്തും എന്നൊരു തത്വം സയൻസിലുണ്ട്. എന്നാൽ ആ സയൻസ് ഉണ്ടാക്കിയ കക്ഷി വേറൊരു തത്വമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഓക്സിജനായിട്ട് കൂടിയാൽ കത്തുമില്ല, നൈട്രജനുമായിട്ട് കൂടിയാലേ കത്തുന്നു. നൈട്രജനുമായിട്ട് കത്തുമില്ല. എന്നാൽ നൈട്രജനുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ കത്തും എന്നുള്ളൊരു തത്വം ഉണ്ടാക്കി വെച്ചിരുന്നുവെങ്കിൽ കത്തുന്നത് എങ്ങനെയായിരിക്കും? നൈട്രജനെ കിട്ടുമ്പോഴേ കത്തു, ഓക്സിജൻ കിട്ടിയാൽ കത്തുമില്ല. അപ്പം ഈ തത്വം, സയൻസ് തത്വം എവിടെ നിന്ന് വന്നതാണ്? ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. ബ്രഹ്മം എന്താണ്? ജ്ഞാനമാണ്. ജ്ഞാനമാണ് വേദം. അതാണ് സത്യം.
ഇപ്പം സയൻസാണ് സത്യം. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ഏതോ ഒരു ജ്ഞാനം, ആ ജ്ഞാനം എവിടെ നിന്ന് വന്നു? ആ വന്ന കേന്ദ്രം തന്നെയാണ് ആ ബ്രഹ്മത്തിൽ നിന്നാണ്. അല്ലാതെ അതൊന്നും ഈ അഗ്നിയുടെ പ്രത്യേകതയൊന്നുമല്ല. അതിൻ്റെ പിന്നിലൊരു സയൻസുണ്ട്. വെള്ളത്തിന് നമ്മളെ ദാഹം തീർക്കാൻ കഴിക്കുന്നുണ്ട്. എങ്ങനെയാണ് വെള്ളം കഴിക്കുന്നത്? വെള്ളത്തിനുള്ള ആ കഴിവ് എന്തുകൊണ്ടാണ് കിട്ടിയത്? ദർ ഈസ് എ സയൻസ്. അതാരോട് ചോദിക്കണം? ഒരു ഡോക്ടറെ അടുത്ത് ചോദിക്കണം എങ്ങനെയാണ് വെള്ളം കുടിച്ചാലും നമ്മുടെ ക്ഷീണം തീരുന്നതെന്ന്. അപ്പം ഡോക്ടർ വെള്ളം അവിടെ ചെന്നിട്ട് എന്തെല്ലാം ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. അതൊരു സയൻസ് തത്വമാണ്. ആ സയൻസ് തത്വം ഉള്ളത് കൊണ്ടാണ് വെള്ളം കുടിച്ചാലും ക്ഷീണം തീരുന്നത്. വെള്ളം കുടിച്ചാലും ആ സയൻസ് തത്വം ഇല്ലായിരുന്നെങ്കിൽ വെള്ളം കുടിച്ചാലും ക്ഷീണം തീരുമില്ലായിരുന്നു. വല്ല വിഷവും കഴിക്കണമായിരുന്നു. അങ്ങനെ ഒരു സയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിഷം കഴിച്ചാൽ മാത്രം നിന്റെ ക്ഷീണം തീരും, വെള്ളം കഴിച്ചാൽ ചത്തുപോകും. അങ്ങനെ ഒരു സയൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ വിഷമേ കഴിക്കും, വെള്ളം തൊടില്ല, വെള്ളം തൊട്ടാൽ ചത്തുപോകും. അപ്പം ഇതെല്ലാം ഏതിൽ നിന്നാണ് വരുന്നത്? ആ ഒരു സയൻസിൽ നിന്നാണ്. ആ സയൻസ് എന്ന് പറയുന്നതാണ് ജ്ഞാനം. ആ ജ്ഞാനത്തെയാണ് വേദം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മം ജ്ഞാനമാകുന്നു. അതാണ് സനാതനധർമ്മം. സയൻസാണ് സനാതനധർമ്മം. സയൻസാണ് ഇതിനെല്ലാം ഈ ശക്തി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെല്ലാം ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിലൂടെയാണ് അത് കത്തുന്നത്. അപ്പോൾ അർഹത ആർക്കാണ്? ഇന്ദ്രന്. അപ്പം നമ്മൾ കുറച്ചെങ്കിലും ആരാധിക്കേണ്ട. അപ്പോൾ അവിടെ തന്നെ നമ്മൾ മണ്ടത്തരം ഒന്ന് ആലോചിച്ച് വെക്കും. ദേവതകളൊന്നും ആലോചിച്ചിട്ട്, ദേവതകളൊന്നും ഈശ്വരനല്ല, അവർക്കെല്ലാം ഓരോ ജോലിയുണ്ട്. അതവർ സയൻസ് തത്വത്തിനനുസരിച്ച് ചെയ്തു പോകുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് ആ പരബ്രഹ്മമാണ്. പക്ഷേ അത് ആരെ കാര്യത്തിലും താല്പര്യമൊന്നുമില്ല. അതിനെ ആരാധിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആരാധിക്കുന്ന നല്ല തന്നെ വെള്ളത്തിനെയല്ല, ഈ ദേവതകളെ തന്നെയാണ്. കാരണം പട്ടി വരുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റും? പട്ടി ഓടും. അപ്പം ആരാധിക്കേണ്ടത് കല്ലിനെ തന്നെയാണ്, ദേവതകളെ തന്നെയാണ് ആരാധിക്കേണ്ടത്. അല്ലെ ഈശ്വരനെ ആരാധിക്കുന്നില്ല. ഈശ്വരനെ ആരാധിച്ചിട്ട് കാര്യമില്ല. ആരാധിക്കേണ്ട ദേവതകൾ തന്നെയാണ്. അപ്പം പട്ടി വരുമ്പോൾ കല്ലെടുത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കല്ലെടുത്തിട്ട് എറിയണം പട്ടീനെ, എന്നാൽ പട്ടി ഓടും. അതാണ് വേദം പറയുന്ന തത്വം. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ശരീരശക്തി തന്നിട്ടുണ്ട്, വസ്തുക്കൾ തന്നിട്ടുണ്ട്. എടുത്ത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത് പ്രയോഗിക്കണം. അപ്പം നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റും. അല്ലാതെ ഈ ബുദ്ധിയെല്ലാം തന്നിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ എനിക്ക് കല്ലൊന്നും എടുത്ത് എറിയാനൊന്നും പറ്റില്ല. പട്ടി വരുമ്പം ദൈവമേ, കല്ല് ദൈവമേ, എന്നെ ഒന്ന് പട്ടിയിൽ നിന്ന് രക്ഷിക്കുക എന്നെ പ്രാർത്ഥിച്ചിരുന്ന് അവിടെ ഇരുന്ന് കടിയും കൊണ്ട് ഞാനേ പറ്റുള്ളൂ. ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനത്തിന് അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം മുങ്ങിക്കളഞ്ഞു. പക്ഷെ എന്തു വേണം? ഇദ്ദേഹത്തിന് ആ ജ്ഞാനം കൈമാറണം. എങ്ങനെയാണ് ജ്ഞാനം കൈമാറുക? അതിനാൽ അതിദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനോപദേശം നൽകണം. എന്താ ആവശ്യമുണ്ട്? അതിനായി അന്തർദാനം ചെയ്ത് അവിടെ നിന്ന് സ്ഥലം മുങ്ങുന്നു. അദ്ദേഹം യക്ഷൻ അന്തർദാനം ചെയ്തിട്ടും ഇന്ദ്രൻ അവിടെ നിന്ന് പോയില്ല. അദ്ദേഹം അവിടുന്ന് പോകാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് എന്ത് വേണം? അതാണ് അദ്ദേഹത്തെ രാജാവാക്കി മാറ്റിയത്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് അത് ആരാണെന്ന് അറിയണം. അദ്ദേഹം അവിടെ തന്നെ അങ്ങനെ നിന്നു. ഇതെന്താ സംഗതി അറിയണമല്ലോ. അപ്പോൾ അവിടെ തൽക്ഷണം യക്ഷൻ എന്നിരുന്നിടത്ത് ഹിമാചലകുമാരി ഉമാദേവി പ്രത്യക്ഷപ്പെട്ടു. ഉമാദേവി എന്ന് പറയുമ്പോൾ പ്രകൃതിയും പുരുഷൻ എന്ന് പറയുന്നത് ശ്രീഹരിയായിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശിവനായിട്ട് എടുക്കുകയാണെങ്കിൽ, പരമേശ്വരനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ദ്വയം പ്രകൃതി അല്ലെ ജ്ഞാനം. ജ്ഞാനമാണ് അവിടെ ഉദിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. അപ്പം ഉമാദേവി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജ്ഞാനം നൽകാൻ കഴിവുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബോധതലത്തിൽ ബുദ്ധി ഉണ്ടാക്കിക്കുകയാണ് എന്താണ് സത്യമെന്ന്. അതിനാണ് ഉമാദേവിയായിട്ട് കഥയിൽ ചിത്രീകരിച്ചു. ദേവിയെ കണ്ടപ്പോൾ ഇന്ദ്രൻ ദേവിയോട് അടുത്ത് ചെന്നിട്ട് ഇന്ദ്രനോട്
അദ്ദേഹം ഉമാദേവിയുടെ അടുത്ത് ചെന്നു. അപ്പം ഇന്ന് ഉമാദേവിയുടെ അടുത്ത് ചെന്നപ്പോൾ ഈ ഉമാദേവി ആരാണെന്ന് ഒരിക്കലും കൂടിയും പറയുകയാണ്. ഇന്ദ്രനോട് കരുണ തോന്നിയ പരബ്രഹ്മ പുരുഷോത്തമൻ തന്നെയാണ് ഉമാരൂപത്തിലുള്ള സാക്ഷാൽ ബ്രഹ്മവിദ്യയെ പ്രത്യക്ഷപ്പെടുത്തിയത്. ബ്രഹ്മവിദ്യയാണ് ഉമാദേവി എന്ന് പറഞ്ഞ സ്ത്രീ. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടത്തുന്നതിൻ്റെ സ്ത്രീ ആരാണ്? ശക്തി ഏതാണ്? ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഭാര്യ ജ്ഞാനം, സരസ്വതി. സൃഷ്ടിക്ക് സപ്പോർട്ടായ ശക്തി സൃഷ്ടി പുരുഷനെങ്കിൽ സ്ത്രീ ശക്തിയല്ലേ ജ്ഞാനം. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു, ജ്ഞാനത്തിൻ്റെ സഹായത്താൽ ശക്തി. സൃഷ്ടിയുടെ ശക്തി ജ്ഞാനമാണ്, അത് സരസ്വതി. അതുപോലെ ഈ പരബ്രഹ്മ പുരുഷോത്തമൻ തന്നെ ഉമാദേവി രൂപത്തിൽ ബ്രഹ്മവിദ്യയെ പ്രത്യക്ഷപ്പെടുത്തിയായിരുന്നു ഉമാദേവിയുടെ. അവർ സ്ത്രീയായിട്ട് ഭൗതികമാണ്, ജ്ഞാനം ഭൗതികമാണ്. ആ രൂപത്തിൽ കഥയിൽ ഇങ്ങനെയെല്ലാം പറയും, അർത്ഥം മനസ്സിലാക്കുക. പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇന്ദ്രൻ ഭക്തി പുരസ്കരം അവരോട് ചോദിച്ചു, അങ്ങ് സർവജ്ഞനായ ശ്രീശങ്കരൻ്റെ സ്വരൂപശക്തിയാകുന്നു. അങ്ങ് സർവജ്ഞനായ ശ്രീശങ്കരൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്രീഹരിക്ക് സമാനമാണ്. താണനിലയിലുള്ള ശിവനായിട്ടൊന്നും കണ്ടുപോകരുത്. അത് മൂന്നായിട്ട് തിരിഞ്ഞതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറയുന്നത്. അപ്പോൾ ആ പരമേശ്വരൻ്റെ ഉമാദേവിയായിട്ട് അങ്ങ് ശ്രീശങ്കരൻ്റെ സ്വരൂപശക്തി, അതിൻ്റെ തന്നെ രൂപമാണ്, ശക്തി രൂപമാണത്. ആ ശക്തി രൂപമാകുന്നു. അതിനാൽ എല്ലാം അവിടത്തേക്ക് അറിയാം. അപ്പം അങ്ങാണ് ജ്ഞാനം. അപ്പം ആ ജ്ഞാനത്തെ ആശ്രയിക്കുകയാണ് ആര്? ദേവേന്ദ്രൻ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളും നമ്മുടെ ജ്ഞാനത്തിലൂടെ നമ്മുടെ അഹങ്കാരത്തെ നമ്മളൊന്നുമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കി ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയാണ് കളിപ്പിക്കുന്നത് എന്നുള്ള തത്വം നമ്മൾ ജ്ഞാനത്തിലൂടെ നേടുമ്പോഴേ നമുക്ക് എന്ത് പറ്റുള്ളൂ? നമ്മൾ അഹങ്കാരം, ഞാനെന്ന അഹങ്കാരം ഇല്ലാതാവുകയുള്ളൂ. എൻ്റെ അങ്ങേക്കറിയാം, എനിക്ക് ദർശനം നൽകിയെന്ന് മറഞ്ഞ ആ ദിവ്യയക്ഷം, എനിക്കൊരു കക്ഷി ദർശനം നൽകിയിട്ടുണ്ട്, ഒരു യക്ഷം. എന്നിട്ട് മറഞ്ഞിട്ടുണ്ട്. അത് എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഒന്ന് എനിക്ക് വ്യക്തമാക്കി തരണം. എൻ്റെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെട്ടു, അപ്രത്യക്ഷവുമായി. അപ്പോൾ എന്തോ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്തുദ്ദേശത്തോടു കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും അപ്രത്യക്ഷമായതെന്നും എനിക്ക് പറഞ്ഞു തരണമെന്ന് ജ്ഞാനത്തോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഉമാദേവി വിസ്തരിച്ച് പറയാൻ പോവുകയാണ്. എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങൾക്കെല്ലാം കിട്ടിയ ശക്തി എൻ്റെ ശക്തിയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നിന്നിൽ ആ ശക്തി ഉണ്ടാക്കിയിട്ട് നിന്നിലൂടെ ജയിപ്പിക്കുകയാണ് എന്നെല്ലാണ് പറയാൻ പോകുന്നത്. അതിലൂടെ നാം ഒന്നുമല്ല, ആ ശക്തി തന്നെയാണ് ഞാനെന്ന ഈ രൂപത്തിൽ വന്നതും എന്നെ ഉള്ളിലിരുന്നിട്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നതും അതിനു വേണ്ട ശക്തി എന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനു വേണ്ട ശക്തി, ബുദ്ധിശക്തിയായാലും ശരീരശക്തിയായാലും വാചകടിക്കാനുള്ള ശക്തിയായാലും അതെല്ലാം ആ ശക്തി തന്നെയാണ് എന്നിലൂടെ പ്രകടമാകുന്നത് എന്ന സത്യം മനസ്സിലാക്കണം. അപ്പോൾ അഹങ്കാരം എന്നത്, അഹങ്കാരം ആ ശക്തി തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ അഹങ്കാരം എപ്പോഴാണോ മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പണ്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഞാനെന്ന അഹങ്കാരം മാറേണ്ടിക്ക് ആ ശക്തി തന്നെ വിചാരിക്കുകയും വേണം. കാരണം ഈ അഹങ്കാരത്തിലൂടെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ഈ അഹങ്കാരം ഇല്ലെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യില്ല. അപ്പോൾ ഈ അഹങ്കാരം വേണമെന്നാണ്. അതിൽ നിന്ന് മാറാനും നമുക്ക് പറ്റില്ല. പക്ഷേ ഒരു സത്യം അല്പനിമിഷമെങ്കിലും ഒന്ന് ഓർക്കാൻ പറ്റുമെങ്കിലും ഓർത്തോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മളെല്ലാം ആ ശക്തിയുടെ
നിയന്ത്രണത്തിലാണ്, ആ ശക്തി തന്നെയാണ്, ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്, ശക്തി തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാമെന്ന അർത്ഥത്തിലാണിത് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ ആരാധിക്കുന്ന എല്ലാം ദേവതകളാണ്, നമ്മളും എല്ലാം ദേവതകൾ തന്നെയാണ്. അതെന്തെല്ലാമായിട്ട് മാറിയിട്ടുണ്ടോ, 33 കോടി ദേവതകളായിട്ട് മാറിയിട്ടുണ്ടോ, അതെല്ലാം തന്നെ ദേവതകളാണ്, ഈശ്വരനല്ല. ഈശ്വരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ എല്ലായിട്ടും മാറുന്നത്. അപ്പോൾ ഈശ്വരനാണല്ലോ, ആ തരത്തിലും ആകാം. പക്ഷേ ഇവരെല്ലാം മായയിൽ അകപ്പെടുന്നത് കൊണ്ട് അവർക്കൊന്നും ഈശ്വരൻ്റെ ലെവലിലേക്ക് ഉയരാൻ